നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാറിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ചങ്കിടിപ്പോടെയാണ് BJP നേതൃത്വം കാണുന്നത്. കാരണം ആ സംസ്ഥാനം കൈവിട്ടു പോകാനുള്ള എല്ലാ ലക്ഷണവും ആദ്യഘട്ടത്തിൽ തന്നെ ജനങ്ങൾ വിധിയെഴുത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. 121 സീറ്റുകളുടെ ഒന്നാം ഘട്ട പോളിംഗ് അവസാനിക്കുമ്പോൾ BJPക്ക്, അതായത് NDAക്ക് മൊത്തത്തിൽ വിജയപ്രതീക്ഷ അതിലെ 40 സീറ്റുകളിൽ മാത്രമാണെന്ന് ഓർക്കണം. 121-ലെ 40 സീറ്റുകൾ, ഏറിയാൽ 45, അതാണ് ഇപ്പോഴത്തെ കണക്ക്. അത്രയധികം സ്ട്രോങ് കണക്ഷൻ ജനങ്ങളിലേക്ക് RJD സഖ്യം ഉണ്ടാക്കിയെടുത്തു എന്നുള്ള അഭിപ്രായമാണ് ആദ്യഘട്ടത്തിൽ ഉള്ളത്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ അതിൻ്റെ കീഴിൽ വരുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലെ ഒട്ടുമുക്കാൽ സീറ്റുകളും കഴിഞ്ഞ തവണ NDA പക്ഷം നേടിയെടുത്തിരുന്നതാണ്. എന്നിട്ടും അവർക്ക് എന്തുകൊണ്ട് വിശ്വാസ തകർച്ചയുണ്ടായി? പക്ഷേ കൃത്യമായി കോൺഗ്രസ് പറയുന്നത് അട്ടിമറി നടന്നില്ലെങ്കിൽ 2/3 ഭൂരിപക്ഷത്തോടു കൂടി RJD സഖ്യം അധികാരത്തിൽ വരും എന്നാണ്. ഒന്നാലോചിക്കണം, അട്ടിമറി നടന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏത് രീതിയിലുള്ള കൊനഷ്ടം സംഭവിക്കാം അവസാന ഘട്ടത്തിൽ. കാരണം രണ്ടാം ഘട്ടം വളരെ ജാഗ്രതയോടെയാണ് നോക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ ചില ക്രമക്കേടുകൾ, ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ഏകദേശം 10ഓളം ബൂത്തുകൾ മാത്രമേ ഇതിനോടകം തന്നെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യാപകമായ പരാതി വന്നിട്ടുള്ളൂ. വോട്ടിരട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി നേരത്തെ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തി ഈ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഹരിയാനയിൽ നടന്ന വോട്ട് ചോരി കൃത്യമായി ക്രമനമ്പർ അനുസരിച്ച് ഓരോ ബൂത്തിലും എങ്ങനെയൊക്കെയാണ് EVM ടാപ്പറിംഗ് നടന്നത് എന്നുള്ളത് ജനലക്ഷങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ നിശ്ചയദാർഢ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നത് പോലെ ചില ഘട്ടങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ ബാക്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം പലരും ഇല്ലാത്ത പോലെ തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. NDA കൃത്യമായി അദ്ദേഹത്തെ വെറുക്കുന്നു, ഭയക്കുന്നു. കാരണം അത്രയേറെ ശക്തനായി രാഹുൽ ഗാന്ധി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആ മനുഷ്യൻ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുമ്പോൾ സുപ്രീം കോടതി ഇത്ര ഗൗരവകരമായി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലും നിരവധി കേസുകൾ സുപ്രീം കോടതിയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ വിഷയങ്ങളിലൊക്കെ സുപ്രീം കോടതിക്ക് വിധി പറയാൻ പോലും കഴിയാത്ത അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥ ഈ രാജ്യത്തെ പാർലമെന്റ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം, കസ്റ്റോഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ് സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ അധികാര പരിധികളെ വെട്ടിച്ചുരുക്കാൻ പാർലമെന്റ് വളരെയധികം ആവേശത്തോടെ ശ്രമിക്കുന്നു. ജനങ്ങളുടെ നെഞ്ചിൽ കഠാര കയറ്റുന്നതിന് തുല്യമാകുന്ന നിയമത്തെ, ഭരണഘടനയെ മുഴുവൻ ലംഘിക്കുന്ന പ്രവണത, ഇതിനെ എന്ത് ജനാധിപത്യമെന്ന് വിളിച്ചു പറയാൻ കഴിയുമെന്നാണ് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. നോക്കൂ, ബീഹാറിൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ NDA തകരും. NDAയുടെ മൂലക്കല്ല് ഇളകുന്ന സാഹചര്യമുണ്ടാകും. അതായത് NDAയിലെ ഘടകകക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരേന്ത്യയിലെ ഘടകകക്ഷിയായ ഐക്യ ജനതാദളിൻ്റെ തിരിച്ചടി, ഐക്യ ജനതാദളിൽ ലഭിക്കാൻ പോകുന്ന തിരിച്ചടി, അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനതാദൾ വലിയ നേട്ടമൊന്നും കൊയ്യരുതെന്നുള്ള ആഗ്രഹമുണ്ട്. ഈ ഒന്നാം ഘട്ടത്തിൽ തന്നെ നോക്കുക, അവിടെ BJP ഈ 45 സീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 40ഉം BJP തന്നെ ജയിക്കാനുള്ള സാധ്യതയാണ് അവർ പറയുന്നത്. ഐക്യ ജനതാദളിന് 3-4 സീറ്റ് പരമാവധി ഒന്നാം ഘട്ടത്തിൽ നിന്ന് ലഭിക്കും എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിക്കൂ, 101 സീറ്റുകൾ വീതമാണ് ഇരുവരും മത്സരിച്ചത്. അതിൽ BJP പറയുന്നു അവർ മത്സരിച്ച 121-ലെ ഏകദേശം 75ഓളം സീറ്റുകളിൽ 40ഉം അവർ നേടിയെടുക്കും എന്ന് പറഞ്ഞാൽ പകുതിയിൽ കൂടുതൽ സീറ്റ് അവർ നേടിയെടുക്കും. പക്ഷേ ഐക്യ ജനതാദൾ മത്സരിച്ച സീറ്റുകളിൽ ഭൂരിഭാഗവും 8 നില പൊട്ടും എന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തകർന്നടിയും എന്നാണ് അവരുടെ കണക്കൂട്ടൽ.